രണ്ട് പാർട്ടീഷനായിട്ട് മുടി രണ്ട് ഇങ്ങനെ പാർട്ടീഷനായി ചെയ്തിട്ട് കേളി ഹെയർ ആയതുകൊണ്ട് മാനേജ് ചെയ്യാൻ ഭയങ്കര പാടാണ്. ഹായ് കുഡൂസ്, എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉറങ്ങണ ഒരു ടൈം ഹെയർ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സാണ് പറയാൻ പോണത്. ഫസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ഒരിക്കലും എൻ്റെ മുടി അഴിച്ചിട്ടിട്ട് ഉറങ്ങത്തില്ല. എന്ന് പറഞ്ഞാൽ അത് നമ്മൾ എന്താ പറയുക, അങ്ങോട്ട് തിരിഞ്ഞും മറിഞ്ഞൊക്കെ കിടക്കുമ്പോൾ അത് ടാങ്കിൾസ് വരാനും ജട വരാനൊക്കെ കാരണമാവും. അപ്പോൾ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ ഭയങ്കര ജട പിടിച്ചിട്ടായിരിക്കും. എസ്പെഷ്യലി എൻ്റെ കേളി ഹെയർ ആയത് കാരണം എന്താ പറയുക, ജട വന്നാൽ അത് ജട മാറ്റാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊട്ടക്റ്റീവ് ഹെയർ സ്റ്റൈല് ഫോളോ ചെയ്യണം. ഒരിക്കലും മുടി അഴിച്ചിട്ടിട്ട് ഉറങ്ങാൻ പാടില്ല. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഏറ്റവും ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മുടി മടഞ്ഞിടാം, ബ്രെയ്ഡ് ചെയ്തിടാം. സോ എന്താ പറയുക, അതങ്ങനെ കിടന്നോളും. പിന്നെ എന്താ പറയുക, നമ്മൾ അങ്ങടും ഇങ്ങടും തിരിഞ്ഞും മറിഞ്ഞൊക്കെ എടുക്കുമ്പോഴായാലും അത് ജട പിടിക്കുക അങ്ങനെയൊന്നും വരത്തില്ല. അപ്പോൾ ഞാൻ മുടി മുടഞ്ഞിടുന്നതിന് മുമ്പ്, എൻ്റെതിപ്പോൾ കേളി ഹെയർ ആയത് കാരണം എനിക്കത് ബ്രഷ് ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് അത് കൂടുതൽ ഫ്രിസിയാവും. ലൈക്ക് വൺസ് ഓർ ട്വൈസ് ഇൻ എ വീക്ക് ആ ഒരു തല കുളിക്കുകയും ചെയ്യുമ്പോഴും മാത്രമേ ബ്രഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതൊക്കെ മുന്നായിട്ട് മാത്രമേ ബ്രഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഡെയിലി ബ്രഷ് ചെയ്യാൻ പറ്റണ ഒരു കൈൻഡ് ഓഫ് ഹെയർ അല്ല ഇത്. പക്ഷെ നിങ്ങളുടേത് ഒരു സ്ട്രെയിറ്റ് ഹെയർ അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് വേവി ഹെയർ ആണെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, ഹെയർ ബ്രഷ് ചെയ്യാം. നമ്മുടെ വൂഡൻ ബ്രഷില്ലേ, അത് വെച്ചിട്ട് ബ്രഷ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമ്മുടെ ഹെയർ, നമ്മുടെ സ്കാൽപ്പൊക്കെ ഭയങ്കര ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യുകയും അത് പിന്നീട് ഫർദർ ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. കേളി ഹെയർ ഉള്ളവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഹെയർ ജസ്റ്റ് ഒരു 10-15 മിനിറ്റ്, അത് സ്ട്രെയിറ്റ് ബോത്ത് ഹെയർ, കേളി ആൻഡ് സ്ട്രെയിറ്റ് ഹെയർ ഉള്ളവർക്ക് രണ്ടുപേർക്കും ഫോളോ ചെയ്യാം. ജസ്റ്റ് തലൊന്ന് 10 മിനിറ്റ് മസാജ് ചെയ്യാം കിടക്കണേന്, അല്ലെങ്കിൽ ബ്രെയ്ഡ് ചെയ്യണേന് മുന്നായിട്ട്. അതുപോലെ തന്നെ സ്ട്രെയിറ്റ് ഹെയർ ഉള്ളവർക്ക് വേണമെങ്കിൽ ഈ മുടീൻ്റെ തുമ്പത്ത് ജസ്റ്റ് കുറച്ച് ഓയിലും, അത് ബോത്ത് കേളി ആൻഡ് സ്ട്രെയിറ്റിന് ഫോളോ ചെയ്യാം. കുറച്ച് ഓയിൽ അല്ലെങ്കിൽ ഒരു നറിഷിങ് സിറോ, ലീവിങ് കണ്ടീഷണർ വേണ്ട, ലീവിങ് സിറം, നറിഷിങ് ആയിട്ടുള്ള സിറം നമുക്ക് എൻഡിൽ സ്പ്ലിറ്റ് എൻഡ്സ് മാറ്റാനായിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ മുടി കെട്ടത്തില്ലേ, ഐ മീൻ ബ്രെയ്ഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ അറ്റത്ത് കെട്ടിയിരുന്നത് സ്ക്രഞ്ചീസ് മാക്സിമം യൂസ് ചെയ്ത സിൽക്ക് സ്ക്രഞ്ചീസ്. അപ്പോൾ അത് ഫ്രിസ്സൊക്കെ ഒഴിവാക്കും. ഇതും സിമിലർ ടു ബ്രെയ്ഡ് തന്നെയാണ്. നമ്മൾ മുടി രണ്ട് പാർട്ടീഷനായിട്ട് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ മുടി കുളിച്ചിട്ട് ഉണങ്ങാനിട്ടിരിക്കണോണ്ട് ജടയൊന്നും കളഞ്ഞിട്ടില്ല. ഓക്കെ, ഇത് നമ്മുടെ മുടി രണ്ട് കേളി ഹെയർ ആയതുകൊണ്ട് മാനേജ് ചെയ്യാൻ ഭയങ്കര പാടാണ്. എന്നിട്ട് ഇപ്പം രണ്ടാമത്തെ ഞാൻ ഫോളോ ചെയ്യുന്ന ഹെയർ സ്റ്റൈലാണ് ഇത്. എന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് റഫായിട്ട് കാണിക്കുന്നതാണ്. അപ്പോൾ ബോത്ത് കേളി ആൻഡ് സ്ട്രെയിറ്റ് ഹെയർസിന് ഫോളോ ചെയ്യാം. ഇത് രണ്ട് പാർട്ടീഷനായിട്ട് മുടി രണ്ട് ഇങ്ങനെ പാർട്ടീഷനായി ചെയ്തിട്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യാം. ഇത് ഫുള്ള് വന്നിട്ടില്ല ഇങ്ങോട്ട്. ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ചെയ്യണതാണ്. ഇതിങ്ങനെ ട്വിസ്റ്റ് ചെയ്യാം നന്നായിട്ട്. എന്നിട്ട് ഇങ്ങനെ 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 ആയിട്ട് നമ്മൾ മടഞ്ഞിടത്തില്ല, അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് രണ്ട് ട്വിസ്റ്റ് ചെയ്ത സംഭവം കൂടി ഇങ്ങനെ ആക്കി കൊടുക്കുക. എന്നിട്ട് ഇവിടെ മറ്റേ സ്ക്രഞ്ചീസ് ഇടാം. ഇത് നല്ലൊരു മെത്തേഡാണ്. ഇത് രാവിലെ എണീക്കുമ്പോൾ ഭയങ്കര വോളിയമൈസ് ആയിട്ട് ഫീൽ ചെയ്യും. ഇത് ഇങ്ങനെ നമ്മൾ മുടി പ്രൊട്ടക്റ്റ് ചെയ്യാം. ഇനി വേറൊരു മെത്തേഡാണ്, ഇതാണ് ഞാൻ മോസ്റ്റ്ലി ഞാൻ ലേസി ചെയ്യുമ്പോൾ ഫോളോ ചെയ്യാറ്. ഇത് നമ്മൾ ജസ്റ്റ് ഹെയർ ഇങ്ങനെ എടുത്തിട്ട് ഒരു ലൂസ് ട്വിസ്റ്റ് കൊടുക്കുക. ഭയങ്കരമായിട്ട് ടൈറ്റ് ആക്കാൻ പാടില്ല. ടൈറ്റ് ആയാൽ എന്താ പറയുക, ഹെയർ ഫോളിന് കാരണമാവും. ഇത് ജസ്റ്റ് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുത്തിട്ട് ക്രാബ് എടുത്തിട്ട് ഇവിടെ ക്ലിപ്പ് ചെയ്യാം. സോ ഇതും ഭയങ്കര ഒരു ഈസി മെത്തേഡാണ്. വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇതുപോലെ നേരത്തെ കാണിച്ചില്ലേ, ഒരു ജസ്റ്റ് ബണ്ണാക്കിയിട്ട് ലൂസ് ബണ്ണാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒരു സാറ്റിൻ ഹെയർ ക്യാപ്പ് വെയർ ചെയ്യാം. സോ അത് ഫ്രിസ് കുറക്കാനും അതിനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ നമ്മുടെ പില്ലോ കേസ്, അത് ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. പില്ലോ കേസ് എപ്പോഴും സിൽക്കി ആയിട്ടുള്ളത്, കോട്ടൺ ഫാബ്രിക് യൂസ് ചെയ്യാണ്ട് സിൽക്ക് യൂസ് ചെയ്താൽ ഫ്രിസിനെസ് കുറക്കാൻ പറ്റും.